നമസ്കാരം. കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ 14-ാം ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന ബാബുജി ജംഗ്ഷൻ കനാൽ റോഡ് കാലങ്ങളായി ശോചനാവസ്ഥയിലാണ്. പ്രായമായ മാതാപിതാക്കൾ, രോഗികൾ അങ്ങനെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത്. കൂത്താട്ടുളം ടൗണിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിനും വീടുകളിലെ ആവശ്യത്തിന് മറ്റും ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഈ റോഡിലൂടെ വരാൻ പലർക്കും മടിയാണ്. അധികാരികൾ ഉടനടി ഇടപെട്ടുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ദുരിതയാത്ര അവസാനിപ്പിക്കണമെന്ന് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ കൂത്താട്ടുളം മിഷനോട് പറഞ്ഞു. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ജനങ്ങളും വാർഡ് കൌൺസിലറും കൂത്താട്ടുളം മിഷനോട് സംവാദിക്കുന്നു. കൂത്താട്ടുളത്ത് ബാപ്പുജി ജംഗ്ഷനിലെ കനാൽ റോഡിലാണ് എൻ്റെ വീട്. ഈ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലത്തെ ഒരു റോഡ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 5 വർഷമായി. പക്ഷെ ഈ 5 വർഷമായിട്ട് ഞാൻ വരുമ്പോൾ എങ്ങനെയാണോ ആ റോഡ് അതുപോലെ തന്നെ ഇപ്പോഴും ഈ റോഡ്. ഈ റോഡിന്റെ സൈഡിൽ ഒരുപാട് പേര് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ കുറേ പേര് വയസ്സായ ആൾക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലും വയ്യായികയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവരെ എടുത്തോണ്ടാ പോകുന്നത്. ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരത്തില്ല. MC റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡിലേക്ക് മുറിഞ്ഞു കിടക്കുന്ന കനാൽ റോഡാണ്. അത് നന്നാക്കി കിട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ കൊണ്ട് അസുഖമായി കിടന്നു കഴിഞ്ഞാലൊന്നും വാഹനങ്ങളൊന്നും കയറി വരത്തില്ല. കല്ല് നിറഞ്ഞു കിടക്കുക, കൊള്ളൂല്ലാത്തതെന്നും പറഞ്ഞ ആൾക്കാരൊന്നും വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ അനുഭവിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എനിക്ക് മാത്രമല്ല, ഞങ്ങളൊരു 10-50 വീട്ടുകാരുണ്ട്. അതിൽ പ്രധാനമായും ഞങ്ങൾ കുറച്ച് സുഖമില്ലാത്തവരുണ്ട്, കുറച്ച് വയസ്സായവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാൽ അവർ വരില്ല. നിങ്ങളുടെ റോഡ് നന്നാക്കിക്കുക, എന്നിട്ടും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ വരാം. അല്ലാതെ ആരും ഈ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ടാർ ചെയ്ത് തന്നെ. കാരണം എന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യർ പോലും ഒരു ഓട്ടോറിക്ഷക്കാരാട്ടെ ഈ റോഡിലേക്ക് കയറി വരികയില്ല. അരി റേഷൻ കടയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ തന്നെ ഞങ്ങൾ ഇത് വഴി കൊണ്ടിറക്കിയിട്ട് പോകുന്ന സാഹചര്യം. ഇതിൽ ഇഷ്ടം പോലെ അർജുനമല ഭാഗത്തേക്കൊക്കെ ആൾക്കാർ പോകുന്നത് അർജുനമല അമ്പലത്തിലേക്ക്. ഇതുപോലെ ഒരു അനേകമായിട്ട് ഒരു വഴികളും കിടപ്പില്ലെന്നതാണ്. കാരണം പേടിച്ചിട്ട് എപ്പോഴാണ് തല ഇറങ്ങി വീഴണമെന്ന് അറിയാൻ പാടില്ല. കാലേ തട്ടി വീണ് പോയാൽ അവിടെ കിടക്കുള്ളൂ. ഒരു മനുഷ്യൻ എടുത്ത് പോക്കാൻ കാണില്ല. MC റോഡിൻ്റെ തൊട്ട് കനാൽ റോഡ് ഇത് ഒന്ന് ചെയ്തു തരാനൊരു അനുകമ്പ കാണിച്ചാൽ മതിയായിരുന്നു. ഇത് മുഴുവൻ കല്ല് തെളിഞ്ഞ കാരണം ഒരു വണ്ടി, ഓട്ടോറിക്ഷ ഒന്നും വരാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി താമസക്കാരുണ്ട്. ആരുടെയും വീട്ടിലേക്ക് വണ്ടി ആ മെയിൻ റോഡ് വരെ വരുള്ളൂ. എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിലൊക്കെ റോഡിൽ നിന്ന് ചോന്നാണ് കൊണ്ടുവരുന്നത്. ഈ വീട്ടിൽ ഒരു രോഗിയായിട്ടൊരു മനുഷ്യൻ കിടപ്പുണ്ട്. ഒരു വണ്ടി കൊണ്ടുവരാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കുന്നത്. അത് കാരണം ഇതൊന്ന് ടാറിട്ട് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു ആശുപത്രി കേസായിട്ട് വന്നാൽ പോലും ഒരു ഓട്ടോറിക്ഷ ഇവിടെ കയറി വരികയില്ല. അത്രയ്ക്കും ശോചനീയമായിട്ടാണ് ഞങ്ങളുടെ വഴി കിടക്കുന്നത്. ഇത് ഭരണകർത്താക്കൾ തികച്ചും അനാസ്ഥയാണ് ഞങ്ങളോട് കാണിക്കുന്നത്. പക്ഷഭേദപരമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ റോഡെല്ലാം നന്നാക്കി തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വരികയോ ഒരു ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് തരാൻ പോലും കൂടെ ഞങ്ങൾക്ക് നിർവാഹം ഇല്ലാത്ത അവസ്ഥയാണ്. കൂത്താട്ടുളം നഗരസഭയിൽ 14-ാം ഡിവിഷനിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി ഉൾപ്പെടുത്തി 1 കോടി രൂപ നമുക്ക് നമ്മുടെ കോളനി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിരുന്നു. സർക്കാരിൻ്റെ ഫണ്ടാണ് നമുക്ക് 1 കോടി രൂപ കിട്ടിയിരുന്നത്. ആ ഫണ്ടിൽ ഉൾപ്പെടുത്തി നമ്മൾ 10 ലക്ഷം രൂപ നമ്മൾ കനാൽ ബൈപ്പാസ് റോഡിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരുന്നു. ആ കനാൽ ബൈപ്പാസ് റോഡ് വകയിരുത്തി എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു 7 വീട്ടുകാർക്ക് വഴിയില്ല. ആ വഴിയില്ലാത്തതുകൊണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പാടില്ലാത്ത ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ആ ഒരു 10 ലക്ഷം രൂപ ഈ 1 കോടിയിൽ നിന്ന് നമ്മൾ അവിടെ വെച്ചത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ തന്നെ ആ 10 ലക്ഷം രൂപ അവിടെ വെക്കരുത്, ആ ഫണ്ട് കോളനിക്കകത്ത് മാത്രമാണ് വെക്കാവുള്ളൂ എന്നും പറഞ്ഞ് ഒപ്പിട്ട് അവർക്കതിലെ ആ വഴി വേണ്ട എന്നും പറഞ്ഞ് SDOയ്ക്ക് കൊണ്ട് കൊടുക്കുകയും അങ്ങനെ ഞങ്ങൾ ആ വഴി SDO വന്ന് കണ്ട് ആ വഴി അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളത് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് എല്ലാ നടപടികളും തീർത്തതാണ്. എന്നാൽ SDOയുടെ അടുത്ത് പോയി ഫിസിബിലിറ്റി സർട്ടിഫിക്കറ്റ് സഹിതം അവിടെ ലഭിക്കുകയും അങ്ങനെ വഴി ചെയ്യാനായിട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച ആ വേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്. വാർഡ് മെമ്പർ എന്ന രീതിയിൽ അവരുടെ
വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കൊറോണ സമയത്ത് അവിടെയുള്ള ആൾക്കാരെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മുടെ SUDക്ക് കൊടുക്കുകയും അങ്ങനെ അത് മന്ത്രി ലെവലിൽ എത്തുകയും MLA വഴി മന്ത്രി ലെവലിൽ എത്തുകയും ചെയ്ത് ഞങ്ങൾ അവിടെ ഒരു ഗുണഭോക്തൃ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ഗുണഭോക്തൃ കമ്മിറ്റിയിൽ അംഗങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു വർക്കുകൾ അവിടെ വീട് മെയിൻ്റനൻസ് ഉണ്ട്, ഓട നിർമ്മാണമുണ്ട്, അംഗനവാടി മെയിൻ്റനൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഓട നിർമ്മാണമുണ്ട്, റോഡിന്റെ മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ആ 1 കോടി രൂപയിൽ നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു. ഇനിയിപ്പം നമുക്ക് നടത്താനുള്ള ഒരു 17 ലക്ഷം രൂപയുടെ വർക്ക് മാത്രമാണ് അതിൽ നടത്താനുള്ളത്. ആ 17 ലക്ഷം രൂപ അടുത്ത ഒരു കമ്മിറ്റി കൂടിയിട്ട് വേണം, ഗുണഭോക്തൃ കമ്മിറ്റി കൂടിയിട്ട് വേണം നമുക്ക് ഇനി ആ 17 ലക്ഷം രൂപ വർക്കിന്റെ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ ആ 1 കോടി രൂപ അവിടെ 1 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ടാക്സും എല്ലാം GST എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 82 ലക്ഷം രൂപ ഏകദേശം അടുത്താണ് നമുക്കത് കിട്ടുന്നത്. അത് നമുക്ക് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ആ റോഡാണ്. അതായത് കനാൽ ബൈപ്പാസ് റോഡ് ശരിക്കും MVIPയുടെ അധീനതയിലുള്ള റോഡാണ്. അതിൻ്റെ ഫിസിബിലിറ്റി സഹിതം MVIPയുടെ NOC സഹിതം ഞാൻ വാങ്ങിച്ചു വെക്കുകയും ഈ 10 ലക്ഷം രൂപ അവിടെ വെക്കുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അവർക്ക് ആ റോഡ് വേണ്ട എന്നും പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് SUDയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അങ്ങനെയാണ് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നത്. മുനിസിപ്പാലിറ്റിക്ക് ഇപ്പം മൺറോഡ് ചെയ്യാനുള്ള മെയിൻ്റനൻസ് ഫണ്ട് മാത്രമാണുള്ളത്. മൺറോഡ് ചെയ്യാനുള്ള ഫണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഇപ്പം ഇല്ല. ഏകദേശം 10 ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ ഫണ്ടായിട്ട് വെച്ച് വേണമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഫണ്ട് ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ആ ഫണ്ട് വെച്ച് നമുക്ക് ഈ കനാൽ ബൈപ്പാസ് റോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ നിലവിൽ മെയിൻ്റനൻസ് ഫണ്ട് മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് റോഡിനായാലും മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ റീടാറിങ്ങിന് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ അതിലെ ഓട്ടോറിക്ഷ കയറാനോ മറ്റുള്ള സാഹചര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ നമുക്ക് ഇനി എവിടുന്നെങ്കിലും മൺറോഡ് ചെയ്യാനുള്ള ഫണ്ട് സംഘടിപ്പിച്ച് നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് നടപടി ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ